മുതലാളി. അയ്യോ മുതലാളി, ഈ നേരത്തെ എന്തിനു പറ്റിയേ? എന്തിനു പറ്റിയെന്ന്? അല്ല, ഇത് എന്തിനു മുതലാളി കൂടുതല്? ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലൊക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോകുന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന്? ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി തരാൻ, ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരു മണി ചായ ലഭിക്കാം. ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരിയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ പിടിക്കുന്നേ വേഗം ശരി. ഞാൻ വിചാരിച്ചു മുതലാളി എന്റെ ഉടപ്പിറന്നവനാണെന്ന്. ദൈവത്തോത്തിന് ഉപദേശിച്ചത് മുതലാളി. ചെല്ലമ്മ, ആരാടി ഇവൻ? ഇവൻ ആരാണെന്ന്? എന്റെ കൂടെ പിറന്നു. മിണ്ടിപ്പോകൻ. നീ ആരാ ചോദിക്കാൻ? ആരോ തൊട്ടുപോകുന്നാണ് പറഞ്ഞു. താനാണ് എന്റെ അച്ഛനോ? മരിച്ചിട്ടില്ല. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അവനെ കെട്ടിയോ? കെട്ടിയിട്ടു. വരുന്ന വഴി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വേണം വരാൻ. ചെല്ലമ്മ, ചെല്ലമ്മ, അവൻ പോകാൻ നോക്കി. സീത പിറന്നു, ലങ്ക മുടിഞ്ഞു. കുറെ കടുപ്പമായിപ്പോയി.
വാ വാ. ഓ, ഇവിടെ നിന്നാല് ആക്ഷേപമായിട്ട് വരും. ഓ, ചെല്ലമ്മ, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ചെല്ലമ്മ, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. അയ്യോ, തൊണ്ട പൊട്ടാറായി. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. അയ്യോ, ചെല്ലമ്മ. അയ്യോ, പോലീസ്! ചെല്ലമ്മ, പോലീസ്! അയ്യോ, എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും. അയ്യോ, ചെല്ലമ്മ! അയ്യോ, ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ. ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ. ചെല്ലമ്മ, ഇല്ല, ഞാൻ അഴിച്ചുവിടും. അയ്യോ, പോലീസുകാരനെ അടിച്ചു കൊല്ലും. ചെല്ലമ്മ, എന്നെ കൊല്ലും. കൊല്ലട്ടെ, ചെല്ലമ്മ, എന്നെ ലാക്കപ്പിലേക്ക് കൊണ്ടുപോകും. ചെല്ലമ്മ, അയ്യോ, ചെല്ലമ്മ, 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 പോലീസ്! ചെല്ലമ്മ, പോലീസ്! അയ്യോ, എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും. അയ്യോ, ചെല്ലമ്മ, അയ്യോ, ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ. ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ. ചെല്ലമ്മ, 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 അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. ചെല്ലമ്മ, നമ്മ, അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. ചെല്ലമ്മ, ചെല്ലമ്മ, അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. ചെല്ലമ്മ, അയ്യോ, ചെല്ലമ്മ, ചെല്ലമ്മ. ചെല്ലമ്മ, ചെല്ലമ്മ, ദൈവം അനുഗ്രഹിക്കും. ചെല്ലമ്മ, പോണം. എന്താ അടി ഒന്നും മിണ്ടാത്തത്? നീയാണോ അവനെ അഴിച്ചുവിട്ടത്? ആണെങ്കിൽ എനിക്കൊന്ന് അറിയണം. അപ്പൊ അത്രത്തോളമായിരിക്കുന്നു നിന്റെ അഹന്ത, അല്ലേ? ആ, പോലീസ് സ്റ്റേഷനിൽ പോയി പറ. നീ മേസ്ത്രി, ക്ഷമിക്കണം മേസ്ത്രി. മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേസ്ത്രിക്കെങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. നന്ദിയില്ലാത്തത് കൊണ്ടല്ല. എത്രയായാലും എന്റെ ആമ്പറന്നോനല്ലയോ മേസ്ത്രി. പട്ടിയെ പോലെ കെട്ടിയിട്ട് ഇന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുമോ? എത്ര നേരം അത് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കും. അവളെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അവനെ ഞാൻ പിടിച്ചു തന്നോളാം. വരണം. സിസ്റ്റർ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളാണോ? വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം. യെസ് ഡോക്ടർ. കരയാതെ മോളെ, കരയാതെ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തന്നെ തീരണം. എന്നാലും കുറെ കടുപ്പം തന്നെക്കായി ഈ പെണ്ണിന്റെ തലയിലെടുത്ത് എന്തെല്ലാം മാരണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. മനസ്സറിയാർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതാണല്ല കഥയും തന്നത്. കരയാതെ മോളെ, ഒക്കെ നേരെയാവും. ചന്തയിലും വലിയ പുക്കാറായിരിക്കുന്നു. എന്താടാ കുഞ്ഞുരാമ? ഞാൻ പോണക്ക. പോണം? എങ്ങോട്ടാടാ? എന്തിനാ നീ ഇപ്പൊ പോണത്? പോണം. ഇതെല്ലാം കണ്ടും കേട്ടോണ്ട് എനിക്ക് വീട്ടിൽ കഴിയാൻ ഒക്കൂല. ആളുകൾ എന്റെ മുഖത്ത് നോക്കി അതും പറയണക്ക. എനിക്ക് പോണം. ഓഹോ, നിനക്കും പോണോ? എങ്കി പോയിക്കോ. അവനും പോയി. വന്നേക്കാം.
അണ്ണിയക്കനും മാനക്കേടില്ലേ? എനിക്ക് അക്കനും പോയിക്കാം. ചെല്ലമ്മ ഓണറേ, കാര്യം അറിഞ്ഞോ? അത്ര കണ്ട് ക്ലോസ് ആയി. എപ്പോ? ഇന്ന് വെളുപ്പിന് 3 മണി. അയ്യോ കഷ്ടം. എന്ത് കഷ്ടം? അവൻ ചാവാനുള്ളവൻ തന്നെ. എങ്കിൽ പിന്നെ ഇനി കുഞ്ഞത്തിന് തൂക്കുവരം തന്നെ. താൻ കണ്ടോ ചാവണത്? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ ചത്ത് കാണും. ഞാനിപ്പൊ അത്രാം കണ്ണുമായിട്ട് സംസാരിച്ചിട്ട് വരിക. ചുമ്മാതെ ഇറങ്ങി തിരിച്ചോളാം. നേരം വെളുക്കുമ്പോഴേ കൊതിയും നുണയും പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാം. ഇയാള് വലിയൊരാള്. ചുമ്മാ കടയിൽ നിന്നേ ഇല്ലാത്ത വർത്താനൊന്നും പറയരുത് കേട്ടോ ശിവശങ്കര. അയ്യോ, കാണുന്നില്ലല്ലോ. എന്താ ഈ കട്ടിലിൽ കിടന്ന ആളിവിടെ? അയാളുടെ കാര്യം ഒന്നും പറയണ്ട. നേരം വെളുത്തപ്പോ ആളെ കാണാനില്ല. സ്റ്റിച്ചസ് പോലും എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത്. ആരെയാ കാച്ചു കളയുണ്ടെന്നല്ല ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. യു അതാ അവൻ വരണം. ഓണറേ, അവ ഇവിടെ എങ്ങനെ വന്ന? ആര്? നമ്മളെ കുത്തിയ പന്നി കുഞ്ഞച്ചൻ. ഇല്ലല്ലോ. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ ഒളിവിലാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ, അവനെ നമ്മള് കണ്ടുപിടിച്ചോളാം. ചെല്ലമ്മ, ആരാണത്? എന്താ ഇവിടെ പതുങ്ങിയിരിക്കണത്? ഇറങ്ങി പാടി വഴിയില്. മുതലാളി, ഞാൻ വിചാരിച്ചേ ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. എവിടെയാ? അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലേടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി. പൊട്ടിത്തെറിച്ച് കൈ ഒടിഞ്ഞുന്നോ? ആശുപത്രിയിൽ ആരുണ്ട് ഒരു സഹായത്തിന്? എന്റെ പൊന്നു മേസ്ത്രി, ഇപ്പോൾ ഞാൻ എന്തേ ചെയ്യും? ഇവിടെ കിടന്ന് കരയാതെ ആശുപത്രി വരെ ഒന്ന് ചെല്ലും. എവിടെ വന്ന്? അയ്യോ, ഞാൻ
സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ട് വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ പോയിക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ, ഇത് ഞാനാണ്. എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ? അയ്യോ, ആളെ തിരിച്ചറിയാൻ ഒക്കുന്നില്ലല്ലോ. നിങ്ങളാരാ? ഈ മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ പോന്നു അമ്മേ, ഞാൻ പോന്നു.